ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ ഏക് തിൻക എന്ന് പറയുന്ന പാഠമാണ്. ഇത് എഴുതിയിട്ടുള്ള അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കവിത. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് റൈറ്ററെ കുറിച്ച് ഒന്ന് നോക്കാം. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ് എന്നാണ് റൈറ്ററിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഏത് പാഠം പഠിക്കുമ്പോഴും അതിൻ്റെ റൈറ്റർ അല്ലെങ്കിൽ കവിനെയൊക്കെ മനസ്സിലാക്കി വെക്കണം. എങ്കിലാണ് ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ് എന്ന അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. ജന്മ ഉത്തർപ്രദേശ് മേ ഹുവാ था. അദ്ദേഹം ജനിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉൻകി കൃതി പ്രിയ പ്രവാസ് കോ ഹടി ബോലി ക പെഹല മഹാകാവ്യ കഹാ ജാതാ ഹെ. അദ്ദേഹത്തിൻ്റെ കവിതയായിട്ടുള്ള പ്രിയ പ്രവാസിനെയാണ് ഹടി ബോലിയിലെ പ്രധാനപ്പെട്ട മഹാകാവ്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. കാവ്യയ്ക്ക് സാത്ത് ഹി ഉനോനെ ഗദ്യവിധാമേ ഭി മഹത്വപൂർണ്ണ യോഗ്ദാൻ ദിയാ ഹെ. അതായത് കവിത എഴുതുന്നതിനോടൊപ്പം അദ്ദേഹം ഗദ്യരചനകളും എഴുതിയിട്ടുണ്ട്. വൈദേഹി വനവാസ്, രുക്മിണി പരിണയ് ആദ്യം എനിക്ക് പ്രമുഖ രചനായം ഹി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഏത്? വൈദേഹി വനവാസും രുക്മിണി പരിണയും. അതുപോലെ തന്നെ വേ പ്രിയ പ്രവാസ് കെ ലിയെ മംഗള പ്രസാദ് പാരിതോഷിക് സെ സമ്മാനിത് കിയേ ഗയത്. അദ്ദേഹത്തിന് മംഗള പ്രസാദ് പാരിതോഷിക് എന്ന് പറയുന്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട് പ്രിയ പ്രവാസ് എന്ന രചനയ്ക്ക് വേണ്ടി. ഓക്കെ, ഇദ്ദേഹം അതായത് ആധുനിക അല്ലെങ്കിൽ നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ശുദ്ധ ഹിന്ദിയുടെയൊക്കെ ഒരു ബിഗിനിങ് ഇദ്ദേഹത്തിൽ നിന്നാണെന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ രചനകളിൽ നിന്നാണെന്ന് പറയാം. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. അപ്പം ഫസ്റ്റ് പാട്ട്കാ നാം എന്ന് പറയുന്നത് ഏക് തിൻക എന്നാണ്. തിൻക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുൽനാമ്പിനെ അല്ലെങ്കിൽ ഒരു ചെറിയ പുൽ കഷ്ണത്തെയാണ് ഏക് തിൻക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കവി കാ നാം ക്യാ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോധ്യ സിംഗ് ഉപാധ്യായ് ഹരിയോദ് എന്നാണ് കവിയുടെ പേര്. ഹരിയോദ് എന്നത് അദ്ദേഹത്തിൻ്റെ തൂലികാനാമമാണ്. ഓക്കെ, കിസ് വിധാക്കി രചന ഹെ അല്ലെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന രചനയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു കവിതയാണ്. അപ്പോൾ നമുക്ക് വായിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കവിതയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇതിൻ്റെ മീനിങ് പറയാവുന്നേ ഉള്ളൂ. മേ ഖമണ്ടോ മേ ഫരാ എൻട്ടാ ഹുआ एक दिन जब द मुंडेरे पर खड़ा आ अचानक दूर से उठता हुआ एक तिनका आँख में मेरी पड़ा मैं चिचक उड़ा हुआ बेचैन सा लाल होकर आँख भी दुखने लगी मूड देने लोग कपड़े की लगे एंड बेचारी दबे पाँवों फगी जब किसी डब से निकल तिनका गया तब समझने यो मुझे ताने दिए एंडता तू किस लिए इतना रहा एक तिनका है बहुत तेरे लिए എന്ന് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. ആദ്യത്തെ ലൈനിലൂടെ നമുക്ക് നോക്കാം. മേം ഖമണ്ടോ മേം ഫര എൻട്ടാ ഹുവ ഏക് ദിൻ ജബ് ദ മുണ്ടേരേ പർ ഹട. വളരെ സിമ്പിളാണ്. മേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, നമ്മുടെ കവി. ഹമണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരം. എൻഡാ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹങ്കാരത്തോടെ എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ കവി വളരെ അഹങ്കാരത്തോടു കൂടി ഏക് ദിൻ ഒരു ദിവസം ജബ് ദ മുണ്ടേരേ പർ ഹട. മുണ്ടേരെ എന്ന് വെച്ചാൽ പാരാപ്പറ്റ്, ബാൽക്കണി എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ പാരപ്പറ്റിൽ അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. വളരെ അഹങ്കരിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ച് എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന ഒരു വിചാരത്തോടു കൂടി അദ്ദേഹം അവിടെ നിൽക്കുകയായിരുന്നു. മുണ്ടേരേ പർ ഹട. മുണ്ടേര മീൻസ് പാരാപ്പറ്റിൽ അദ്ദേഹം നിൽക്കുകയായിരുന്നു. ഓക്കെ, ആ അച്ചാനക് ദൂർ സെ ഉഡ്താ ഹുവ ഏക് തിൻക ആँख में मेरी पड़ा. ആ അച്ചാനക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, അച്ചാനക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, ദൂർ സെ ഉഡ്താ ഹുവ വളരെ ദൂരെ നിന്നും, ഉഡ്താ ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറന്നു വന്ന, ഏക് തിൻക ഒരു പുൽനാമ്പ്, ആँख में मेरी पड़ा എൻ്റെ കണ്ണിൽ പതിച്ചു. അതായത് നമ്മുടെ കവി വളരെ അഹങ്കാരത്തോടു കൂടി ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. അന്നേരം ദൂരെ നിന്നും ഒരു പുൽനാമ്പ് വന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ വീണു. ഓക്കെ, ഒരു പൊടി നമ്മുടെ കണ്ണിൽ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാം വളരെയധികം ഇറിറ്റേഷനാണ് പിന്നെ നമുക്ക് അത് എടുത്തു കളയണമല്ലോ. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് തീർച്ചയായിട്ടും ആവശ്യമായി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കവിയുടെ കണ്ണിൽ ഒരു ചെറിയ പുൽനാമ്പ് പോയി. മേം ചിച്ചക്കുട ഹുവാ ബേച്ചേൻസ ലാൽ ഹോക്കർ ആഗ്ബി ദുഃഖനെ ലഹി. അപ്പോൾ ഇങ്ങനെ പുൽനാമ്പ് പോയപ്പോൾ എന്താണ്, അദ്ദേഹം അത് ഞെട്ടിപ്പോയി. ചിച്ചക്കുട എന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി. ഹുവാ ബേച്ചേൻസ സമാധാനവും നഷ്ടപ്പെട്ടു. ലാൽ ഹോക്കർ ആഗ്ബി ദുഃഖനെ ലഹി. ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ്, കണ്ണെന്ത് ചെയ്തു, ചുവക്കാൻ തുടങ്ങി. അതിനുശേഷം ആഗ്ബി ദുഃഖനെ ലഹി, കണ്ണിന് വേദനയും തുടങ്ങി, ചുവന്നു. അതുപോലെ തന്നെ വേദനയും തുടങ്ങി. മൂഡ് ദേനെ ലോഗ് കപ്പടേ കി ലഗെ ഏൺ ബെച്ചാരി ദബേ പാവും ഫാഗി. മൂഡ് ദേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊടി എടുക്കാൻ വേണ്ടി നമ്മൾ തുണി ചുരുട്ടിക്കൊണ്ട് വരില്ല, അതിനാണ് മൂഡ് ദേന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പൊടി എടുക്കാനായിട്ട് ആളുകൾ തുണി ചുരുട്ടിക്കൊണ്ട് വന്നു. ഏൺ ബെച്ചാരി അതായത് അഹങ്കാരം എന്ത് ചെയ്തു, ദബേ പാവും ഫാഗി, അഹങ്കാരം അവിടെ നിന്നും ഓടി ഒളിച്ചു. കാരണം എന്താണ്, അതുവരെ അദ്ദേഹത്തിന് വളരെ അഹങ്കാരത്തോടു കൂടി നിൽക്കുകയായിരുന്നു, എനിക്ക് ആരുടെയും ഹെൽപ്പൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ചെറിയ പൊടി പോയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വന്നു. അപ്പോൾ എന്താണ്, രണ്ടാമത്തെ സ്റ്റാൻസയിൽ പറയുന്ന ഇതാണ്, പൊടി പോയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി, അദ്ദേഹത്തിന് സമാധാനം നഷ്ടപ്പെട്ടു, കണ്ണ് ചുവന്നിട്ട്
വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, ഈ പൊടി എടുക്കാനായിട്ട് ആളുകൾ വന്നു. അതോടുകൂടി അഹങ്കാരം അവിടെ നിന്ന് ഓടിപ്പോയി. ജബ് കിസി ഡബ്സെ നിക്കൽ തിൻകാകയ, അപ്പോൾ ആളുകളൊക്കെ ശ്രമിച്ചപ്പോൾ എന്താണ്, എങ്ങനെയൊക്കെയോ കിസി ഡബ്സെ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയോ, നിക്കൽ തിൻകാകയ എങ്ങനെയൊക്കെയോ എന്താണ്, ഈ പുൽനാമ്പ് കണ്ണിൽ നിന്ന് പോയി. തം സമച്ചിനെ മുച്ചെ താനേ ദിയ, അപ്പോഴെന്താണ് സമച്ച് അല്ലെങ്കിൽ വിവേകം എന്താണ്, എന്നെ കളിയാക്കി അല്ലെങ്കിൽ എന്നെ പരിഹസിച്ചു. എൻ്റെ വിവേകം എന്നെ പരിഹസിച്ചു. അതിന് കാരണം എന്താണ്, കാരണം മറ്റൊരാളുടെ ഹെൽപ്പില്ലാതെ നമുക്ക് എന്താണ് ആ പുൽനാമ്പ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. വളരെ അഹങ്കാരത്തോടു കൂടി നിന്നപ്പോൾ അദ്ദേഹം അതൊന്നും ഓർത്തില്ല. പക്ഷേ ഒരു പുൽനാമ്പ് പോയതോടുകൂടി മറ്റുള്ളവരെ സഹായം ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ടാണ് വിവേകം അദ്ദേഹത്തെ കളിയാക്കിയത്. എഴുത്താ തൂ കിസ്ലിയെ ഇത്തനാരഹ, അപ്പം ചോദിക്കുകയാണ്, അഹങ്കാരം നീ എന്തിനാണ് ഇത്രയും അഹങ്കരിച്ചത്. ഏക് ദിൻകാഹെ ബഹുത് തേരേലിയെ, എന്താണ്, ഒരു ചെറിയ പുൽനാമ്പ് മാത്രം മതി ഈ അഹങ്കാരമൊക്കെ ഇല്ലാതാവാൻ. എന്താണ്, ഇത്ര അഹങ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു ചെറിയ പുൽനാമ്പ് വന്ന് ഈ അഹങ്കാരം ഇല്ലാതാവാൻ. നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരും. കാരണം നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. ഏക് ദിൻക എന്ന് പറയുന്ന അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയോദാണ് എഴുതിയത്. മേം ഖമൻഡോ മേം ഫരാ ഏട്ടാ ഹുआ एक दिन जब मुंडेरे पर हड़ा आ अचानक दूर से उड़ता हुआ एक दिन का आँख में मेरी पड़ा मेम चिचक उड़ा हुआ बेचैन सा लाल होकर आग भी दुखने लगी मूड देने लोग कपड़े की लगे एंड बेचारी दबे पाँव फगी जब किसी डब से निकल तिनका गया तब समझने यो मुझे ताने दिए एंडता तू किस लिए इतना रहा एक तिनका है बहुत तेरे लिए. ഓക്കെ, അതായത് എന്താണ്, നമ്മൾ ഇതുപോലെ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരും. കാരണം ഇവിടെ നമ്മൾ കവിതയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ചെറിയ പുൽനാമ്പ് കണ്ണിൽ പോയാൽ തന്നെ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ ഒരു ചെറിയ പൊടി പോയാൽ എന്താണ്, നമുക്ക് അത് എടുക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ആവശ്യമായിട്ട് വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരുടെ ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു പോയമാണ്. Okay, so guys, see you in the next. तब तक के लिए okay, bye.